ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിയും കോഴിമുട്ട കറിയാണ്. കോഴിമുട്ട പൊരിക്ക് പുഴുങ്ങിയൊന്നും ചെയ്യാണ്ട് വളരെ പെട്ടെന്ന് ഒരു കോഴിമുട്ട കറി ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനു വേണ്ടി ഒരു തക്കാളിയും ഒരു പച്ചമുളകും 2 കോഴിമുട്ട എടുത്തിനെ. നമുക്ക് എരിവ് കുറച്ച് മതി, അതിനെ കൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം എടുത്ത്. പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ആണ് എടുക്കേണ്ടത്. തക്കാളിയും പച്ചമുളകും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരുന്നു. തക്കാളിയും പച്ചമുളകും ഒക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതിലേക്ക് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം പാരുക. ഇത് വേവിക്കാൻ വേണ്ടി ഗ്യാസ്മ വെക്കുക. നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത് വന്ന തക്കാളിയിലേക്ക് 2 കോഴിമുട്ട ഇളക്കാതെ ഒഴിക്കുക. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും വലിയ ജീരകവും ചെറിയുള്ളിയും മിക്സിയിലേക്ക് എടുത്തിടുക. കോഴിമുട്ട നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ അരപ്പ് ചേർക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. തിളച്ച് വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി വറവിടാൻ വേണ്ടി ചെറിയുള്ളിയും കരിവേപ്പിൻ്റെ ഇലയും റെഡിയാക്കി വെച്ചാണ്. എന്നിട്ട് ഒരു പാനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ടെടുക്കുക. ആ ഉള്ളി നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇടുക. ഇനി ആ വറവ് നമുക്ക് മുട്ടക്കറിയിലേക്ക് ഇടാം. മുട്ടക്കറിയിലേക്ക് ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി കോഴിമുട്ടക്കറിയും റെഡി. എന്നിട്ട് എനിക്കുള്ള പ്ലേറ്റിലും ആക്കി, എൻ്റെ അനിയനക്കുള്ള പാത്രത്തിലും ആക്കി. ഓക്കെ, ബൈ ബൈ.